മഴത്തോരു മുൻപേ സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒടുവിൽ ബാലചന്ദ്ര മേനോൻ രോഹിത്തിനെ സബ് ജയിലിലേക്ക് പോയി കാണുവാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. താൻ പോകുമ്പോൾ അലീനയെയും തൻ്റെ കൂടെ കൂട്ടുന്നുണ്ട്. സബ് ജയിലിൻ്റെ വാതിക്കൽ അവർക്ക് കുറേ സമയം കാത്തു നിൽക്കേണ്ടതായിട്ട് വന്നു. രോഹിത്ത് ഒരു വാതിൽ കടന്ന് തടവുകാർക്ക് സന്ദർശകരെ കാണുവാനുള്ള കമ്പി വരയിട്ട മുറിയിലേക്ക് വരുന്നുണ്ട്. ബാലചന്ദ്ര മേനോനെ ഒരു കണ്ണാൽ കണ്ടതും അമ്പരപ്പോടുകൂടി രോഹിത്ത് പകച്ചങ്ങ് നിന്നുപോയി. ബാലചന്ദ്രൻ കമ്പിവലയോട് ചേർന്നു നിന്നുകൊണ്ട് രോഹിത്തിനെ ഒന്ന് നോക്കി. അത് തൻ്റെ മകനല്ല എന്ന് അയാൾക്ക് തോന്നി. ഓജസ് വറ്റി ഇരുണ്ടുപോയ ഒരു പ്രാകൃത രൂപം. അവൻ നേരെ നോക്കുന്നില്ല. ആ നിൽപ്പിൽ നിന്നുകൊണ്ട് ബാലചന്ദ്ര മേനോൻ അല്പം ശബ്ദമുയർത്തി വിളിച്ചു, രോഹിത്തെ. അച്ഛൻ്റെ വിളി കേട്ടുകൊണ്ട് രോഹിത്ത് മുഖം അല്പം ഉയർത്തി കൺകോണിലൂടെ ഒന്ന് നോക്കി. അപ്പോൾ കൈ കാട്ടിക്കൊണ്ട് ബാലചന്ദ്രൻ വിളിക്കുകയാണ്, ഇങ്ങ് അടുത്തുവാ. അവൻ 2 ചുവട് കൂടി മുൻപോട്ട് വെച്ചു. എന്നിട്ടും കമ്പിവലയ്ക്ക് അടുത്തു വരുവാൻ അവൻ കൂട്ടാക്കിയില്ല. അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, എടാ, നീ ധൈര്യമായിട്ടിരിക്കണം. നിന്നെ ജാമ്യത്തിലിറക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത്രയും കേട്ടപ്പോഴേക്കും രോഹിത്ത് പെട്ടെന്ന് മുഖം ഉയർത്തിയിട്ട്, വേണ്ട, എന്നെ ആരും ജാമ്യത്തിലിറക്കണ്ട. ജാമ്യത്തിലിറക്കണ്ടെന്നോ? പിന്നെന്തു ചെയ്യാനാണ്? വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. ഞാൻ ഇതിനകത്ത് തന്നെ കിടന്നോളാം. ഇതിനകത്ത് കിടന്ന് ഞാൻ ചത്തോളാം. എല്ലാവർക്കും തൃപ്തിയാകട്ടെ. ബാലചന്ദ്ര മേനോനോടും കുടുംബത്തോടും ലോകത്തോടുമുള്ള കഠിനമായ പ്രതിഷേധവും കലഹവും വിദ്വേഷവും ഒക്കെ ആ വാക്കുകളിലുണ്ടായിരുന്നു. അവന് ഇനി ജീവിക്കുവാൻ ആഗ്രഹമില്ല എന്ന് അയാൾക്ക് തോന്നി. വീണ്ടും ബാലചന്ദ്ര മേനോൻ പറയുകയാണ്, എടാ, ഹരിയെ ജാമ്യത്തിലിറക്കുവാൻ അവൻ്റെ അച്ഛൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. എന്നെ ആരും ജാമ്യത്തിൽ ഇറക്കണ്ട. എനിക്ക് വേണ്ടി ആരും വക്കീലിനെയും വെക്കണ്ട. എനിക്ക് പുറത്തു വന്ന് ജീവിക്കുകയും വേണ്ട. മുഖത്തടിച്ചതുപോലുള്ള രോഹിത്തിൻ്റെ പ്രതികരണങ്ങൾ കേട്ടുകൊണ്ട് ബാലചന്ദ്ര മേനോൻ സ്തബ്ധനായി നിന്നുപോയി. രോഹിത്ത് അലീനയുടെ നേർക്ക് വെറുപ്പോടുകൂടി ഒന്ന് പാളി നോക്കി. എന്നിട്ട് തിരിഞ്ഞു നടന്നു. അത് കണ്ടുകൊണ്ട് ബാലചന്ദ്ര മേനോൻ പിൻപിൽ നിന്നുകൊണ്ട് വീണ്ടും വിളിക്കുകയാണ്, രോഹിത്തെ. പക്ഷേ ആ വിളി അവൻ കേട്ടതായി നടിച്ചതേയില്ല. രോഹിത്ത് നടന്നകന്നു. അവൻ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞിട്ടും ബാലചന്ദ്ര മേനോൻ ആ ദിശയിലേക്ക് തന്നെ നോക്കി സ്തബ്ധനായി നിൽക്കുകയാണ്. അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അലീന അയാളുടെ കൈത്തണ്ടയിൽ മെല്ലെ തൊട്ടിട്ട് പോകാച്ച എന്ന് പറഞ്ഞപ്പോഴാണ് സ്ഥലകാല ബോധത്തിലേക്ക് അദ്ദേഹം മടങ്ങി വന്നതുപോലെ തോന്നിയത്. കാറിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ബാലചന്ദ്ര മേനോൻ നിരാശനും ദുഃഖിതനുമായിരുന്നു. അത് കണ്ടുകൊണ്ട് വളരെ സാന്ത്വന സ്വരത്തിൽ അലീന പറയുന്നുണ്ട്, അച്ഛാ, അച്ഛൻ ഇങ്ങനെ വിഷമിച്ചാലോ? മോളെ, ഇനി എനിക്ക് അവനെ തിരിച്ചു കിട്ടുമോ? നീ കണ്ടില്ലേ, ഇനി അവന് ജീവിക്കണമെന്ന് തന്നെ ഇല്ല എന്ന്. അച്ഛാ, എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല. ജീവിക്കണമെന്ന് ആഗ്രഹമില്ലാത്തവരുടെ മനസ്സ് ചത്തിരിക്കും. ഇതങ്ങനെയൊന്നും അല്ലല്ലോ. നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടില്ല എന്നുള്ള സങ്കടമാണ് അവന്. അതുകൊണ്ട് എല്ലാവരോടും അവന് ദേഷ്യവും വെറുപ്പുമാണ്. അലീനയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ ബാലചന്ദ്ര മേനോൻ ആശ്ചര്യത്തോടുകൂടി അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. അലീന വീണ്ടും പറയുകയാണ്, രോഹിത്തിന് നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരികെ കൊടുക്കണം. അപ്പോൾ അവന് തോന്നും ജീവിതം നല്ലതാണെന്ന്. അവൻ സന്തോഷത്തോടെ ജീവിതത്തിലേക്ക് മടങ്ങി വരും. അലീനയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് ഒന്നും മനസ്സിലാക്കാത്തതുപോലെ ബാലചന്ദ്ര മേനോൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കുകയാണ്. കാരണം അതെങ്ങനെയാണ് സന്തോഷത്തിലേക്ക് അവൻ മടങ്ങി വരിക എന്ന് അയാൾക്ക് മനസ്സിലാകുന്നില്ല. ദുഷ്കീർത്തിയുടെ അപമാനകരമായ കിരീടവും തലയിൽ വെച്ചുകൊണ്ടാണ് ഇനി തൻ്റെ മകൻ ജീവിക്കേണ്ടതെന്ന് അയാൾക്ക് നന്നായിട്ടറിയാം. ജയിലിൽ നിന്ന് പുറത്തു വന്നാലും ഇനി തൻ്റെ മകന് പഠനം തുടരുവാൻ സാധിക്കില്ല. ആത്മവിശ്വാസത്തോടെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ കഴിയില്ല. അവൻ്റെ ഭാവിക്ക് മേൽ വീണ് കിടക്കുന്ന ഈ കരിനിഴൽ അതൊരിക്കലും മാഞ്ഞു പോവുകയുമില്ല. ഈ തിരിച്ചറിവുകളെല്ലാം നന്നായി ഉള്ളത് കൊണ്ട് തന്നെ പ്രതീക്ഷയുടെ യാതൊരു അടയാളവും ബാലചന്ദ്ര മേനോന്റെ മുഖത്ത് കാണാനില്ല. തുടർന്ന് കാണുന്നത് അലീന ശരണ്യെ കാണുവാൻ വേണ്ടി വീണ്ടും അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്ന കാഴ്ചയാണ്. അലീന ചെരുപ്പഴിച്ചു വരാന്തയിൽ വെച്ചിട്ട് അകത്തേക്ക് കയറുകയാണ്. ആരോ വന്നതിൻ്റെ കാലൊച്ച കേട്ടുകൊണ്ട് ഓമനക്കുട്ടൻ വാതിൽ തുറന്ന് നോക്കുന്നുണ്ട്. അവൻ്റെ മുഖം അലീനയെ കണ്ടപ്പോഴേക്കും വിളറി. അവൻ പിൻവലിയുവാൻ ഭാവിക്കുന്നത് കണ്ടുകൊണ്ട് അലീന വിളിച്ചു, ഏയ്, അവിടെ നിൽക്ക്. അപ്പോഴേക്കും ഓമനക്കുട്ടൻ അങ്ങ് വല്ലാതെയായി. അലീന അടുത്തു ചെന്നു. ഇവനാണ് തൻ്റെ തലയിലേക്ക് മണ്ണെണ്ണ ചൊരിഞ്ഞവൻ. 19 20 വയസ്സ് മാത്രം കാണും. രോഹിത്തിനേക്കാൾ ഇളപ്പം. മീശ പോലും പൊടിച്ചിട്ടില്ല. അലീന ചോദിക്കുന്നുണ്ട്, എന്താ നിന്റെ പേര്? അവൻ വിക്കി മറുപടി പറയുകയാണ്, ഓമനക്കുട്ടൻ. നീ എന്തിനാ എന്നെ കാണുമ്പോൾ ഓടുന്നേ? അവൻ്റെ മുഖം അത് കേട്ടപ്പോൾ ഒന്നുകൂടി വിളറി. നീ അന്നേരത്തെ ദേഷ്യത്തിന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയെന്ന് വെച്ച് എന്നെ കാണുമ്പോഴെല്ലാം ഇങ്ങനെ ചമ്മലോടുകൂടി നോക്കണോ? അതപ്പോഴേ കഴിഞ്ഞില്ലേ? ഇനി എന്നെ കാണുമ്പോൾ നേരെ മുൻപിലോട്ട് വന്ന് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കണം കേട്ടോ. അലീനയുടെ ഈ വാക്കുകൾ കേട്ടുകൊണ്ട് അവൻ വീണ്ടും ചമ്മലോടുകൂടി തലയാട്ടി. അല്ല, അച്ഛനും അമ്മയൊക്കെ എവിടെ? അച്ഛൻ ജോലിക്ക് പോയി. എവിടാ ജോലി? പാലായിൽ ഒരു വക്കീൽ ഓഫീസിലാ. ഓ ശരി. ഇയാളിങ്ങനെ വാതിലടഞ്ഞു നിന്നാൽ ഞാൻ എങ്ങനെയാണ് അകത്തോട്ട് കയറുക? അലീന അത്രയും ചോദിച്ചപ്പോഴേക്കും ഓമനക്കുട്ടൻ പെട്ടെന്ന് അവിടുന്ന് പിടഞ്ഞു മാറി. അപ്പോഴേക്കും പുറത്തെ വർത്തമാനം കേട്ടുകൊണ്ട് ശരണ്യയുടെ അമ്മ ശ്രീലത വാതിൽക്കിലേക്ക് വന്നു. അവരുടെ മുഖത്ത് വിസ്മയം കലർന്നൊരു മന്ദഹാസമുണ്ടായിരുന്നു.
തുടർന്ന് ശ്രീലത അലീനയെ ഒന്നും മിണ്ടാതെ തന്നെ ശരണ്യ കിടക്കുന്ന മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കട്ടിലിന്റെ കുറിയ വശത്തുള്ള ഭിത്തിയിൽ തലയണ നാട്ടിവെച്ച് അതിലേക്ക് ചാരി കിടക്കുകയാണ് ശരണ്യ. ശ്രീലത മുറിയിലെ ലൈറ്റിട്ടു. അലീനയെ കണ്ടതും ശരണ്യയുടെ മുഖത്തൊരു പ്രസാദം പരന്നു. അലീനയോട് ഇരിക്കാൻ പറഞ്ഞിട്ട് ശ്രീലത മുറി വിട്ടുപോയി. അലീന കട്ടിലിരുന്നു. വാത്സല്യത്തോടുകൂടി ശരണ്യെ നോക്കി മന്ദഹാസം തൂകി. ശരണ്യയുടെ ചുണ്ടുകളിലും ഒരു മന്ദഹാസമുണ്ടായി. അലീന അവളുടെ കവളത്ത് കൈത്തലം ചേർത്ത് പുരികത്തിനു മീതെ തള്ളവിരൽ കൊണ്ട് തലോടി. ഇന്നലത്തേക്കാൾ നീ ഇന്ന് മിടുക്കിയായിരിക്കുന്നുണ്ട് കേട്ടോ. ശരണ്യ അലീനയുടെ മുഖത്തേക്ക് നോക്കി വീണ്ടും ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ അലീന ചോദിക്കുകയാണ്, നീ എന്തൊക്കെയാണ് മോളെ ഈ ഇരുട്ടത്തിരുന്നു കൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത്? ആ കൊച്ചു ജനലെങ്കിലും നിനക്കൊന്ന് തുറന്നിട്ടുകൂടെ? ഒന്ന് വെളിച്ചം കയറട്ട മുറിക്കുള്ളിലേക്ക്. ഇത് പറഞ്ഞുകൊണ്ട് അലീന അവളുടെ ശിരസിൽ മെല്ലെ തലോടി. ശരണ്യയുടെ മിഴികൾ കാണാൻ നിറഞ്ഞു വരുവാൻ തുടങ്ങി. അവൾക്ക് കുറച്ചുകൂടി വാത്സല്യവും സ്വാന്തനവും വേണമെന്ന് അലീനയ്ക്ക് തോന്നി. അടുത്ത് ചേർന്നിരുന്നിട്ട് അലീന അവളെ ആശ്ലേഷിച്ചു. അവൾ അതുതന്നെയാണ് ആഗ്രഹിച്ചിരുന്നത് എന്നും അലീനയ്ക്ക് മനസ്സിലായി. ഒരു പിഞ്ചു കുഞ്ഞിനെ എന്ന പോലെ അലീന അവളെ തൻ്റെ നെഞ്ചോട് അടുക്കി പിടിച്ചു. പുറത്തുമെല്ലാം തടകി. ശരണ്യ അവളുടെ തോളിലേക്ക് മുഖം ചേർത്ത് കിടന്നു. ഇടയ്ക്കിടയ്ക്ക് അവളിൽ നിന്നും ചെറിയ ഏങ്ങലുകൾ പുറത്തു വരുന്നുണ്ട്. ചൂടുള്ള നീർത്തുള്ളികൾ തോളിലേക്ക് വീഴുന്നതും ചാലിട്ടൊഴുകുന്നതും അലീനെ അറിയുന്നുണ്ടായിരുന്നു. അലീന അപ്പോൾ പറയുകയാണ്, അടക്കി പിടിക്കണ്ട, കരഞ്ഞോളൂ, മനസ്സിലെ സങ്കടമെല്ലാം കരഞ്ഞങ്ങ് തീരട്ടെ. ഇത് പറഞ്ഞുകൊണ്ട് അലീന ഒന്നുകൂടി അവളെ തന്നിലേക്ക് ചേർത്തിറുക്കി പിടിച്ചു. പക്ഷേ ഒരു പൊട്ടിക്കരച്ചിൽ ഉണ്ടായില്ല. ഇടയ്ക്കിടെ നെഞ്ചും മുഖവും തേങ്ങലിൽ വിറകൊള്ളുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. ഒടുവിൽ അലീന അവളെ മെല്ലെ അടർത്തി മാറ്റി. അവളുടെ നനഞ്ഞ കവിൾത്തടങ്ങളും നെറ്റിയും തുടച്ചു. നെറുകയിൽ ഒരു ഉമ്മയും നൽകി. എന്നിട്ട് ചോദിക്കുകയാണ്, എന്തിനാ മോളെ ഇങ്ങനെ വാതിലടച്ചിരിക്കുന്നത്? നമുക്ക് വെളിച്ചം വേണ്ടേ? ഞാൻ ആ ജനല് തുറക്കാം. അയ്യോ വേണ്ട, ജനല് തുറക്കണ്ട. വേണം, ജനലും വാതിലും ഒക്കെ തുറന്നിടണം. ഇത് പറഞ്ഞിട്ട് അലീന എഴുന്നേറ്റ് ചെന്ന് വാതിലും ജനലും തുറന്നിട്ടു. മുറിക്കുള്ളിലേക്ക് കാറ്റും വെളിച്ചവും കടന്നു വന്നു. ചൂളിപ്പോയതുപോലെ ശരണ്യ കൈപ്പടം കൊണ്ടപ്പോൾ മുഖം മറയ്ക്കുകയാണ്. അലീന അല്പനേരം കട്ടിലിൽ ശരണ്യയോട് ചേർന്നിരുന്നു. അവളുടെ ദുർബലങ്ങളായ കൈത്തലങ്ങൾ എടുത്ത് മടിയിൽ വെച്ച് തലോടിക്കൊണ്ട് പറഞ്ഞു, മോളെ ഇങ്ങനെ തളർന്നു പോകരുത്. നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. നമ്മൾ നമ്മുടെ ജീവിതം തകർന്നു പോയെന്ന് വിചാരിച്ചാൽ നമ്മളെ കാണുന്നവരും അങ്ങനെ തന്നെ വിചാരിക്കും. അങ്ങനെയൊന്നും നമ്മളെ തകർക്കാൻ പറ്റില്ലെന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കിക്കണം. ശരണ്യ അവളുടെ തോളിലേക്ക് ശിരസ് ചായച്ച് കേട്ടുകൊണ്ടേയിരുന്നു. അലീന ശരണ്യോട് ചോദിക്കുകയാണ്, മോളെ ഞാൻ ആരാണെന്ന് നിനക്കറിയുമോ? അറിയാം. ആരാണ് പറ. അലീന. അത്രേ അറിയൂ? സ്വർണ്ണക്കടയുള്ള ബാലചന്ദ്രമേനോൻ എന്നയാളുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന. ആര് പറഞ്ഞു ഇതൊക്കെ? അമ്മ പറഞ്ഞതാണ്. ശ്രീലത അപ്പോഴേക്കും 2 ഗ്ലാസ്സിൽ കട്ടൻ ചായയുമായിട്ട് വന്നു. അലീന ഒരു ഗ്ലാസ് എടുത്തിട്ട് അവരെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് ചോദിക്കുകയാണ്, എന്നോടുള്ള ദേഷ്യമൊക്കെ തീർന്നോ? അത് കേട്ടപ്പോഴേക്കും ശ്രീലതയ്ക്ക് ഒരു വല്ലായ്മയായി. ഞാനെന്തിനാ ദേഷ്യപ്പെടുന്നേ? കുട്ടി വന്നതിന് ശേഷമല്ലേ എൻ്റെ മോള് ഒന്ന് മനസ്സ് തുറന്ന് കരഞ്ഞത്. ഇപ്പോഴാ ഒരു വാക്കവൾ മിണ്ടിയത്. ആൻറ്റി, ഇവള് വല്ലതും കഴിക്കണുണ്ടോ? ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ചോദിച്ചതാ. എൻ്റെ മോളെ അവൾക്കൊന്നും വേണ്ട. ഞങ്ങൾ നിർബന്ധിച്ചിട്ടാണ് ഒരു ഗ്ലാസ് കാപ്പിയെങ്കിലും കുടിക്കുന്നത്. ഒരു ബിസ്ക്കറ്റ്, ചിലപ്പോൾ ഇച്ചിരി കഞ്ഞി. എങ്ങനെ ഇരുന്ന കുട്ടിയാണ്. സാരമില്ല ആൻറ്റി, ഇതെല്ലാം അങ്ങ് മാറിക്കോളും, എല്ലാം ശരിയാവും. കാപ്പി കുടിച്ചതിന് ശേഷം അലീന എഴുന്നേറ്റു. അത് കണ്ടപ്പോഴേക്കും ശരണ്യ ഒരു ഉൾക്കിടിലത്തോടെ ചോദിക്കുകയാണ്, പോവുകയാണോ? അത് കേട്ടുകൊണ്ട് ചിരിയോടുകൂടി അലീന അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട്, വരുന്നോ? വാ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യക്ക് നേരെ കൈ നീട്ടി. ശരണ്യ മെല്ലെ മെല്ലെ അവളുടെ കൈകളിലേക്ക് കയറി പിടിച്ചു. അലീന അവളെ പിടിച്ചു എഴുന്നേൽപ്പിച്ചു. വാതിൽ കടക്കുവാൻ ഭാവിച്ചപ്പോൾ ശരണ്യ ഒന്ന് അറച്ചു നിന്നു. എനിക്ക് പേടിയാണ്, ആൾക്കാരെ കാണാൻ എനിക്ക് പറ്റില്ല. യോ, നീ എന്തിനാണ് ജനത്തെ പേടിക്കുന്നത്? നിന്നെ സംരക്ഷിക്കുവാൻ കഴിയാതെ പോയത് അവരുടെ തെറ്റാണ്. നിന്നെ കാണുമ്പോൾ അവരാണ് ഇനി ചൂളി നിൽക്കേണ്ടത്. വായിങ്ങോട്ട്. ഇത് പറഞ്ഞുകൊണ്ട് അലീന ശരണ്യയുടെ കയ്യിൽ അല്പം ബലമായി തന്നെ പിടിച്ച് മുറിയിൽ നിന്നും വരാന്തയിലേക്ക് ഇറക്കി. ദിവസങ്ങൾക്ക് ശേഷം പുറം ലോകത്ത് വെളിച്ചം കണ്ട ശരണ്യ അല്പം സങ്കോചത്തോടെ പഞ്ചായത്ത് വക കളിസ്ഥലത്തിലേക്കൊന്ന് നോക്കി. അതിനു ചുറ്റും വ്യാപിച്ചു കിടക്കുന്ന കോളനിയിലേക്ക് നോക്കി. അവളുടെ നോട്ടം എവിടെയും തങ്ങി നിൽക്കാതെ പതറിപ്പോയിക്കൊണ്ടേയിരുന്നു. തുടർന്ന് പെട്ടെന്ന് അവൾ പറയുകയാണ്, മതി, ഞാനിനി അകത്ത് പോയിക്കോട്ടെ. അവൾ കരച്ചിലിൻ്റെ വക്കോളമെത്തി. അപ്പോൾ അലീന, പറ്റില്ല, ഞാനില്ലേ നിന്റെ കൂടെ, വന്നേ ഇവിടെ ഇരിക്ക്. ഇത് പറഞ്ഞുകൊണ്ട് അലീന അവളെ റെഡ് ഓക്സൈഡ് ഇട്ട തിണ്ണയിലേക്ക് പിടിച്ചിരുത്തി. തൊട്ടരികിൽ അലീനയും ഇരുന്നു. ഭിത്തിയിലേക്ക് ചാരിയാണ് ഇരിപ്പ്. ശരണ്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വീണ്ടും അലീന പറയുകയാണ്, ദേ മോളെ, ഞാൻ വീണ്ടും നിന്നോട് പറയുകയാണ്, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതെപ്പോഴും നിനക്ക് ഓർമ്മ വേണം. മറ്റുള്ളവർ നിന്നോടാണ് തെറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പേടിക്കേണ്ടത് നീയല്ല, അവരാണ്. അലീനയെ തൊട്ടുരുമിയിരുന്നപ്പോൾ ശരണ്യയ്ക്ക് ആശ്വാസവും സുരക്ഷിതത്വവും അനുഭവപ്പെടുവാൻ തുടങ്ങി. കോളനിയിലെ ഓരോരോ വീടുകളിൽ നിന്ന് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും പുറത്തേക്കിറങ്ങി നോക്കുന്നുണ്ടായിരുന്നു.
ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ശരണ്യയെ അവരാരും കണ്ടിട്ടില്ല. അവൾ പുറത്തിറങ്ങിയിട്ടില്ല. ഇപ്പോഴാണ് അവളെ വെളിയിൽ കാണുന്നത്. ആൾക്കാരെ കണ്ടപ്പോഴേക്കും ശരണ്യയ്ക്ക് വീണ്ടും ഒരു പരിഭ്രമമുണ്ടായി. അത് മനസ്സിലാക്കിയിട്ടെന്ന വണ്ണം ശരണ്യയുടെ ശ്രദ്ധ തിരിക്കുവാൻ അലീന അവളുടെ പഠനത്തെക്കുറിച്ച് സംസാരിക്കുവാൻ തുടങ്ങി. അവൾക്ക് സംസാരിക്കുവാൻ താല്പര്യമുള്ള വിഷയങ്ങളിലൂടെ അവളെ കൂട്ടിക്കൊണ്ടുപോയി. കണ്ട സിനിമകൾ, കൂട്ടുകാരികൾ, കളികൾ, കുട്ടിക്കാലത്തെ ഓർമ്മകൾ, അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് അലീന അവളുടെ മനസ്സിനെ മറ്റൊരു മേഖലയിലേക്ക് കൊണ്ടുപോവുകയാണ്. ശ്രീലത ഇടയ്ക്ക് വന്ന് നോക്കി. അലീനയോട് സംസാരിക്കുകയാണ് തൻ്റെ മകൾ. അവളുടെ ചെറിയ ഫോട്ടോ ആൽബം എടുത്ത് അതിലെ ഫോട്ടോകൾ ഓരോന്നും അലീനയെ അവൾ കാണിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് അവൾ പുഞ്ചിരി തൂകുന്നുണ്ട്. ഇനി ഒരിക്കലും കരയാനും ചിരിക്കുവാനും കഴിയില്ല എന്ന് കരുതിയ തൻ്റെ മകൾ, ആ അമ്മയുടെ കണ്ണുകൾ അത് കണ്ട് നിറഞ്ഞു തുളുമ്പി. ആരും കാണാതെ അവർ പുറം കൈകൊണ്ട് ആ കണ്ണുനീർ തൂത്ത് കളഞ്ഞു. ഈ സമയത്ത് ശരണ്യയോട് അലീന പറയുകയാണ്, നല്ല മുടിയുണ്ടല്ലോ നിനക്ക്, ഇത് നന്നായിട്ടൊന്ന് ചീകി വെച്ചുകൂടെ? ഇതൊരുമാതിരി ഭ്രാന്തിയെ പോലെ. തുടർന്ന് അലീന ശ്രീലതയുടെ മുഖത്തേക്ക് നോക്കി വിളിക്കുകയാണ്, അമ്മേ ആ ചീപ്പിങ്ങെടുത്തേ. ശ്രീലത പെട്ടെന്ന് ചീപ്പെടുത്തു കൊടുത്തു. അലീന ശരണ്യയെ മടിയിലേക്ക് ചായച്ചു കിടത്തി മെല്ലെ അവളുടെ മുടി ചീകി ഒതുക്കി. ധൃതിയൊന്നുമില്ലാതെ അരുമയോടെ മുടി മെടഞ്ഞു കൊടുത്തു. ആ സമയത്തെല്ലാം ശരണ്യ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി ശാന്തമായി കിടന്നു. ശരണ്യയുടെ നോട്ടം കണ്ടുകൊണ്ട് അലീന ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? ചേച്ചിക്ക് എന്നോട് എന്താ ഇത്ര സ്നേഹം തോന്നാൻ കാരണം? ഞാൻ ചേച്ചിയുടെ ആരുമല്ലല്ലോ. വായിൽ കടിച്ചു പിടിച്ചിരുന്ന ഹെയർ പിന്നെടുത്ത് ശരണ്യയുടെ മുടിയിൽ തിരികിയിട്ട് അലീന പറയുകയാണ്, അതെ, എനിക്കൊരു അനുജത്തിയുണ്ട്, ഒരു കുസൃതിക്കുട്ടി. അവൾക്ക് കുഞ്ഞുനാൾ മുതലേ ഞാനാണ് മുടി ചീകി പിന്നിയിട്ട് കൊടുക്കുന്നത്. അവളൊരു ചീപ്പ് കയ്യിലെടുത്ത് ഇതുപോലെ എൻ്റെ മടിയിൽ വന്ന് കിടക്കും. അവൾ പറയുന്നത് ഞാൻ പതിയെ പതിയെ മുടി ചീകി കൊടുത്താൽ മതിയെന്നാണ്. കാരണം അവൾക്ക് എൻ്റെ മടിയിൽ വളരെ നേരം കിടക്കണം, അതിനുവേണ്ടിയാ. അത്രയും കേട്ടപ്പോൾ ശരണ്യ ചോദിക്കുന്നുണ്ട്, എന്താണ് ആ അനിയത്തിക്കുട്ടിയുടെ പേര്? അവളുടെ പേര് രേവതിക്കുട്ടി. നിന്റെ പ്രായമാണ്, നിന്റെ അത്രയും തന്നെ വരും. ആ മുറിയിൽ വെച്ച് നിന്നെ ആദ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതെൻ്റെ രേവതിക്കുട്ടി തന്നെയാണെന്നാണ്. അവൾക്കിങ്ങനൊരവസ്ഥ വന്നാൽ ഞാനല്ലാതെ പിന്നെ ആരാ അവൾക്കുള്ളത്? അത്രയും പറഞ്ഞപ്പോഴേക്കും അലീനയുടെ ഖണ്ഡമിടറി. ശിരസ് ഭിത്തിയിലേക്ക് ലേശം അമർത്തി നിമിഷങ്ങളോളം അവൾ നിശബ്ദയായിരുന്നു. ശരണ്യയുടെ കൺകോണിലൂടെ ഒരു തുള്ളി ഊറി വന്ന് അത് അവളുടെ മുടിയിലേക്ക് തന്നെ ഊർന്നു വീണു. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ജീവിതത്തിലേക്ക് വീണ്ടും അവൾ പിച്ച വെച്ച് നടക്കുവാൻ തുടങ്ങി. അതെ, സംഭവിച്ചതെല്ലാം ഒരു പാഴ്ക്കിനാവ് പോലെ പിൻപിട്ടള്ളിയിട്ട് മുൻപിലുള്ള ജീവിതത്തെ സമചിത്തതയോടെ നോക്കിക്കാണുവാനുള്ള ദൃഢമായ ചിന്തകളിലേക്ക് അവളുടെ ഹൃദയം നീങ്ങുവാൻ തുടങ്ങി. അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്.